നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. താളവും ക്രമവും എന്ന പുതിയൊരു പരമ്പരയിലേക്ക് നമ്മൾ കടക്കുക. അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ എങ്ങനെയാണ്: Rhythm and order create balance in life and guide human growth towards success. താളവും ക്രമവും, ജീവിതത്തിലെ ഓരോ ഘടകവും അതിൻ്റെതായ താളത്തിലും ക്രമത്തിലും പരസ്പരം പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സന്തുലിതാവസ്ഥയും സുഗമതയും ഉണ്ടാകുന്നത്. മനുഷ്യന്റെ യഥാർത്ഥ വളർച്ചയും വിജയവും ജീവിതത്തിന്റെ സ്വാഭാവിക താളത്തോട് സ്വയം പൊരുത്തപ്പെടുന്നതിലാണ്. ഇതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സുദീർഘമായ ഒട്ടേറെ പരമ്പരകളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ പലപ്പോഴും നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് താളം, ക്രമം എന്നുള്ളത്. ഒളിമ്പസിന്റെ പരിപാടികളിൽ വന്നു പോകുന്ന പലർക്കും ഈ താളത്തിന്റെ പ്രാധാന്യം മനസ്സിലായിരുന്നു. കാരണം നമ്മുടെ നേർമുഖ പരിപാടികളിലൊക്കെ തന്നെ നമ്മൾ താളാത്മകമായി നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്റേണൽ ഫാക്കൽറ്റികളെ, നമ്മുടെ ആന്തരിക ശേഷികളെയൊക്കെ അറിയാൻ ശ്രമിക്കുന്നത്. ഇപ്പോ നിങ്ങൾക്ക് നല്ലപോലെ താളമുണ്ടെന്ന് കരുതുക. എങ്കിൽ നിങ്ങൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ആവർത്തിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും. താളം വളരെ കുറവാണെങ്കിലും നിങ്ങൾ ഒരിടത്തും സ്ഥിരമായി നിൽക്കാത്ത, സ്ഥിരമായി ഒരേ കാര്യം തന്നെ ചെയ്യാത്ത ഒരു വ്യക്തിത്വമായിരിക്കും. ഇനി താളബോധമുള്ള ഒരാളാണെങ്കിലോ, ഇത് രണ്ടുമല്ല. നിങ്ങൾ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അതുമായി വളരെ പെട്ടെന്ന് അനുരൂപപ്പെടാനും ഏത് കാര്യങ്ങളുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാനും ഒക്കെ സമരസപ്പെടാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് താളം എന്ന് പറയുന്ന ഒന്നിൽ നിന്നും നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഈ താളത്തിന് ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വല്ലാതെ പ്രാധാന്യമുണ്ട്. ഈ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രാധാന്യമല്ല. താളത്തിലാണ് ഇവയെല്ലാം ക്രമീകരിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് താളാത്മകമായതുകൊണ്ടാണ്. താളക്രമത്തിൽ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിനെ എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഈ താളത്തെ അറിയാതെയോ അറിഞ്ഞോ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ താളത്തെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുഗമമായ രീതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രായോഗിക അനുഭവം. സാങ്കേതികമായും ശാസ്ത്രീയമായും പ്രായോഗികമായും ഒക്കെ സൈദ്ധാന്തികമായും ഒക്കെ താളവും ക്രമവും ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ താളത്തെക്കുറിച്ച്, ക്രമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മുഖ്യമായും സംസാരിക്കുന്നത്. അപ്പോ പ്രപഞ്ചത്തിൽ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും, ഇപ്പൊ സൗരയൂഥം, ഗാലക്സികൾ പ്രവർത്തിക്കുന്നു, സൗരയൂഥം പ്രവർത്തിക്കുന്നു, ഭൂമി പ്രവർത്തിക്കുന്നു. അതിനകത്ത് ഇങ്ങനെ നമുക്ക് കാണാവുന്ന പ്രപഞ്ചത്തിന്റെ സർവ്വതും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴും എന്തുകൊണ്ടാണ് കൂട്ടിയിടിയില്ലാത്തത്? ഇപ്പൊ ഒരു റോഡിലെ വാഹനങ്ങളുണ്ടല്ലോ, ഈ വാഹനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. എന്നിട്ടും ചിലയിടങ്ങളിൽ വല്ലപ്പോഴും മാത്രമാണ് അപകടമുണ്ടാകുന്നത്. ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എതിർപക്ഷമുണ്ടാകും. എല്ലായിടത്തും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എല്ലാ സ്ഥലത്തും 1000 വണ്ടി അല്ലെങ്കിൽ 10,000 വണ്ടികൾ ഓടുന്നുണ്ടെങ്കിൽ ആ 10,000 വണ്ടിയിൽ ഒരു വണ്ടിക്ക് വല്ലപ്പോഴും ഒരു ആക്സിഡന്റ് പറ്റിയാലായി എന്നതേ നമുക്ക് കണക്കാക്കാൻ കഴിയും. അല്ലാതെ അപകടം എല്ലാത്തിനും ഉണ്ടാവുന്നില്ല. എല്ലാത്തിനും ഉണ്ടാവുകയാണെങ്കിൽ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെയല്ല ഉണ്ടാവുന്നത്. വളരെ വിരളമായിട്ടാണ് ഉണ്ടാവുന്നത്. ബാക്കിയുള്ളവയ്ക്ക് അപകടമില്ലാതെ കൃത്യമായിട്ട് ചന്നം ഭിന്നം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളും ഒന്നും തട്ടാതെ മുട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിലെ ഓരോ വാഹനങ്ങളും അതിൻ്റെതായ ഒരു താളവും പൊതുവഴിയുടെ ഒരു താളവും അപരന്റെ താളവും പരസ്പരം മനസ്സിലാക്കി ചെയ്തു നടപ്പിലാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ താളം എന്നുള്ളത് ഇപ്പൊ വാഹനങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ ശരീരങ്ങൾ തമ്മിൽ, സസ്യങ്ങൾ തമ്മിൽ, മനുഷ്യരും മണ്ണും തമ്മിൽ, വ്യക്തികൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, ഉപകരണങ്ങൾ തമ്മിൽ ഒക്കെ ഈ താളക്രമങ്ങൾ കൊണ്ടുള്ള താളത്തിലൂടെയുള്ള ഒരു സന്നിവേശം നടക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഇവയ്ക്കെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത്.
എല്ലാം വെവ്വേറെ സത്തകൾ എന്നുള്ള രൂപത്തിൽ നിലനിൽക്കുന്ന സമയത്തും അത് ഒരുമിച്ച് നിൽക്കുന്നു. കാരണം ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ രണ്ട് അവയവങ്ങളായ കൈയും കാലും, നമ്മൾ നടക്കുന്ന സമയത്ത് ഇവ നാല് ദിശയിലാണ്, 4 രീതിയിലാണ് ചലിക്കുക. 4 രീതിയിൽ ചലിക്കുമ്പോഴും ശരീരം കൃത്യമായിട്ട് മുൻപോട്ട് പോകും. ഒരു പക്ഷേ ഈ 4 രീതിയിൽ ചലിച്ചുകൊണ്ടാണ് ശരീരത്തെ അങ്ങനെ നിലനിർത്തി സ്റ്റേബിൾ ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോ ഇവയെല്ലാം തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധമുണ്ടല്ലോ, അത് ശരീരത്തിന്റെ ഈ അവയവങ്ങളുടെ താളാത്മക ചലനം കൊണ്ടാണ്. അതുപോലെ പ്രപഞ്ചത്തിലെ സർവ്വതും താളാത്മകമായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഇവയെല്ലാം ഇങ്ങനെ ഭംഗിയായി പോകുന്നത്. എന്നിട്ട് ഇതിനെല്ലാം ചിലപ്പോൾ അപകടമുണ്ടാവുകയും അപജയമുണ്ടാവുകയും ചെയ്യുന്നില്ലേ? ഇത് താളക്കേട് വരുന്നത് കൊണ്ടാണ്. പ്രകൃതി തന്നെ നിശ്ചയിച്ചിട്ടുള്ള താളക്കേടുകളുണ്ട്. ആ താളക്കേടുകൾ വന്നു കഴിയുമ്പോൾ അത് സ്വാഭാവികമായി അവസാനിക്കും. നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന താളക്കേടാണെങ്കിൽ അത് അകാലത്തിന് അപകടമുണ്ടായിരുന്നു വരും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് താളം എന്താണ് എന്നുള്ളതും നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് അറിയാം, പ്രപഞ്ചത്തിൽ ഒന്നും നിശ്ചലമല്ല, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചലനം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പുക പോകുന്നത് പോലെ ഒരിക്കൽ ഒരു ഡയറക്ഷനിൽ പോയി പിന്നൊരു ഡയറക്ഷനിൽ പോയി അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്ത രീതിയിൽ പോകുന്നതല്ല. എല്ലാ ചലനങ്ങൾക്കും ഒരു ആവർത്തിത ഭാവമുണ്ട്. ഈ പുകയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ പോലും പുകയിലും ഒരു ആവർത്തിത ചലനമുണ്ട്. അതായത് ഒരു രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും ചലിക്കാനുള്ള പ്രവണത. ആ ചലനങ്ങളുടെ അളവിനെയാണ് താളം എന്ന് പറയുക. ഒരിക്കൽ ഒരു ചലനത്തിന് ഒരു ഉറവിടമുണ്ടായി, അതിനുശേഷം അതൊരു പ്രത്യേക രീതിയിൽ ചലിച്ചു, വീണ്ടും അത് അതേ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ അതേപോലെ തന്നെ വീണ്ടും ചലിക്കുന്നു. ആ ചലന പ്രക്രിയ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെ ആവർത്തിച്ചു വരുന്നതിനെയാണ് താളം എന്ന് പറയുക. നമ്മുടെ ഹൃദയം താളത്തിലാണ് മിടിക്കുന്നത്. നമ്മുടെ ശ്വാസം അകത്തേക്കും പോകുന്നതിനൊരു താളമുണ്ട്. നമ്മുടെ രാവും പകലും മാറുന്നതിന് ഒരു താളമുണ്ട്. വർഷങ്ങൾ ഉണ്ടാകുന്നതിന് താളമുണ്ട്. ഋതുക്കൾ ഒക്കെ താളത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ നിലനിൽക്കുന്ന ഒരു വസ്തുവിന്റെ ആവർത്തിതമായ ചലനത്തെയാണ് താളം എന്ന് പറയുന്നത്. നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പേരിട്ട് വിളിക്കാവുന്ന ഒന്നിന്റെ ആവർത്തിതമായ ചലനത്തെയാണ് താളം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും, ഇവിടെ നിൽക്കുന്ന എല്ലാത്തിനും സ്വന്തമായൊരു താളമുണ്ട്. ഭൂമിക്കുണ്ട്, സൂര്യനുണ്ട്, മരങ്ങൾക്കുണ്ട്. മരങ്ങൾ താളം പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ മരത്തിനൊരു താളമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോണുകളും പ്രോട്ടോണും ന്യൂട്രോണുകളൊക്കെ അതിനകത്ത് ഒതുങ്ങിയിരിക്കല ചെയ്യുന്നത്, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിനൊരു താളമുണ്ട്. ശരീരത്തിലെ കോശങ്ങൾക്ക് താളമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ശ്വാസം, ഹൃദയസ്പന്ദനം, ഇത് താളമുണ്ട്. അത് നമ്മൾ നേരിട്ട് അറിയുന്ന കാര്യമാണ്. ഇവിടെയുള്ള സർവ്വ വസ്തുക്കൾക്കും താളമുണ്ട്. ഭൂമി 24 മണിക്കൂറിൽ ഇങ്ങനെ ചലിക്കുന്ന അതൊരു താളമാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ നിലനിൽക്കുന്ന എല്ലാ വസ്തുക്കളുടെ എല്ലാ ലെവലിലും അതിൻ്റെതായ താളത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ എന്റെ കോശങ്ങൾ ചലിക്കുന്ന താളത്തിലല്ല ഞാൻ ചലിക്കുന്നത്, ഞാൻ ചലിക്കുന്ന താളത്തിലല്ല ഭൂമി ചലിക്കുന്നത്, ഭൂമി ചലിക്കുന്ന താളത്തിലല്ല പ്രപഞ്ചം ചലിക്കുന്നത്. പക്ഷെ ഈ ചലനത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. ചെറുത് വളരെ പെട്ടെന്ന് ചലിക്കും, വലുത് വളരെ പതുക്കെ ചലിക്കും, പക്ഷെ ചലിക്കുന്നുണ്ട്. ഈ ചലനത്തിന്റെ ആവർത്തനത്തെയാണ് താളം എന്ന് പറയുന്നത്. ഈ രണ്ട് വസ്തുക്കൾ ചലിക്കുന്നു. രണ്ട് വസ്തുക്കൾ ചലിക്കുന്ന സമയത്ത് ഇപ്പോ ഞാൻ മുൻപോട്ട് പോകുന്നു, ഞാൻ ഒരു വരിയിൽ നിൽക്കുകയാണ്. വരിയിൽ നിൽക്കുമ്പോൾ ഞാൻ മുൻപോട്ട് ചലിക്കുന്നു. അപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന ആൾ പുറകോട്ട് ചലിക്കുന്നു. എന്താണ് ഉണ്ടാവുക? കൂട്ടിയിടി ഉണ്ടാവും, അല്ലെ? നമ്മള് വരിയായി നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരാൾ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് നടക്കുകയാണെങ്കിൽ കൂട്ടിയിടി ഉണ്ടാവും. അതേസമയം ഞാൻ അങ്ങോട്ട് നടക്കുന്നു, മറ്റേ ആളും അങ്ങോട്ട് നടക്കുന്നു, ഞാൻ മുൻപോട്ട് വെക്കുന്ന അതേ ആംഗിളിൽ തന്നെ അയാളും കാലം മുമ്പോട്ട് വെക്കുന്നു, ഞാൻ ഈ കാലം മുമ്പോട്ട് വെക്കുന്നു, ഇയാൾ ഈ കാലം മുമ്പോട്ട് വെക്കുന്നു, അതിനനുസരിച്ച് കൈവീശുന്നു. ഒരേപോലെ ആവർത്തിച്ച് ചലിക്കുന്ന സമയത്ത് അതിന്റെ താളവും ഇതിന്റെ താളവും, എന്റെ താളവും എന്റെ മുന്നിലുള്ള ആളുടെ താളവും, എന്റെ താളവും എന്റെ പിന്നിലുള്ള ആളുകളുടെ താളവും പരസ്പരം ചേർന്ന് സമമിതമായി പ്രവർത്തിക്കണം. എങ്കിലാണ് താളം ഉണ്ടാവുക. ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ താളം ഉണ്ടാവണം, ഇല്ലെങ്കിൽ ആ ചേർന്ന് പ്രവർത്തനം നടക്കില്ല. താളം തെറ്റിയാലോ അതിന്റെ ചലനവും ഇതിന്റെ ചലനവും, മുന്നിലുള്ള ആളുടെ ചലനവും എന്റെ ചലനവും വ്യത്യസ്തമായാൽ അവിടെ അസ്വസ്ഥത തുടങ്ങി, കൂട്ടിയിടി ഉണ്ടായി, പുലിവാലുകൾ ഉണ്ടായി. ഇതിന് നമ്മുടെ ശരീരത്തെ നോക്കുക. ഹൃദയമിടിപ്പിന്റെ ക്രമം തെറ്റിയാലോ, ECG-യിൽ ആ എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ
നമ്മൾ മറ്റേ ബൈപ്പാസിനെ കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അല്ലെ? ആകെ പ്രശ്നത്തിലായി. നമ്മുടെ ഉറക്കം, അതിനൊരു താളമുണ്ട്. ഇത് തെറ്റിയാലോ ശരീരം ക്ഷീണിക്കും, പിറ്റേ ദിവസം മുഴുവൻ തളർച്ച. അത് കുറച്ചു ദിവസം തുറന്നു കൊണ്ടുപോയാലോ പിന്നെ ആശുപത്രി സ്ഥിരമായിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോ താളം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ട്. താളം എവിടെയെങ്കിലും തെറ്റിയാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ശരി, റോഡിലാണെങ്കിലും ശരി, ശരീരത്തിനകത്താണെങ്കിലും ശരി, പ്രപഞ്ച സംവിധാനത്തിനകത്താണെങ്കിലും ശരി, താളം എന്നുള്ളത് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ഈ ഏകതാനത എന്ന് പറയില്ല, ഹാർമണി എന്ന് പറയുന്നത്, ഇത് താളങ്ങൾ തമ്മിൽ ഒന്നിന്റെ താളവും മറ്റൊന്നിന്റെ താളവും മാച്ച് ചെയ്യുമ്പോഴാണ് ഹാർമണി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുക, ഏകതാനത എന്നുള്ള അവസ്ഥ ഉണ്ടാവുക. ഈ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ താളം വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ ഭൂമിയുടെ ഭാഗമാണെന്ന് നമുക്കറിയാം അല്ലെ? ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭൂമിയുടെ മുകളിൽ എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഉപരിതലത്തിലല്ല ജീവിക്കുന്നത്. മനുഷ്യൻ ഭൂമിയുടെ ഒരു ഹാർഡ് പാർട്ടിന്റെ മുകളിലാണ് താമസിക്കുന്നത്. ബാക്കി സോഫ്റ്റ് പാർട്ടിന് അപ്പുറത്തുണ്ട്, മണ്ഡലങ്ങൾ വേറെയുണ്ട്. അപ്പോ ഭൂമിയുടെ അകത്ത് ജീവിക്കുന്ന മനുഷ്യൻ അതിന്റെ ഭാഗമാണ്. ഈ ഭൂമിയുടെ താളവുമായി മനുഷ്യൻ ചേർന്ന് ജീവിക്കണ്ടേ? ആധുനിക കാലത്തെ ആളുകളെ നോക്കുക. ഓരോരുത്തർ ദിവസം തുടങ്ങുന്നത് രാത്രി ഇരുട്ടിയതിനു ശേഷമാണ്. അതുവരെ ഇവരെ ഏതെങ്കിലും AC റൂമിനകത്തോ ഇതിനകത്തും എങ്കിലും ഒതുങ്ങിയിരുന്നിട്ട് പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കാര്യത്തിലേക്ക് കിടക്കുന്നത് ഒക്കെ ഹോട്ടലിലേക്ക് പോകുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, യാത്ര ചെയ്യുന്നത്, ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ രാത്രി. സത്യത്തിൽ മറ്റു ജീവജാലങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റു ജീവജാലങ്ങൾ ഈ മറ്റേ മാംസ ഭോജികൾ, ഇര തേടുന്ന ചില ജീവികൾ ഒഴിച്ച് ബാക്കിയൊക്കെ വെളുപ്പിന് അതിന്റെ കൂട് വിട്ട് വെളിയിലിറങ്ങും. ഇരുട്ടുന്നതിന് മുമ്പേ അത് കൂട്ടിലേക്ക് ചേക്കേറും. ഇത് സാധാരണ രീതിയിലുള്ള ജീവികളുടെ പ്രത്യേകതയാണ്. പക്ഷെ മനുഷ്യൻ ഈ സാധനം തെറ്റിക്കും. എല്ലാവരും തെറ്റിക്കും എന്നല്ല പറയുന്നു കേട്ടോ. ഭൂമിയുടെ താളം, അതായത് രാവും പകലും ഉണ്ടാകുന്നത് ഭൂമിയുടെ താളത്തിലാണ്. അതിനോട് ചേർന്ന് നിൽക്കാൻ പാകത്തിലാണ് നമ്മുടെ സർക്കാഡിയൻ റിഥം എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് അതിനനുസരിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ സാധനത്തിന്റെ ക്രമത്തെ മാറ്റിയാൽ നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റത്തെ മുഴുവൻ അത് ആൾട്ടർ ചെയ്യും. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള, ശരീരത്തിന് പുറത്തോ ശരീരത്തിനകത്തോ നൽകിയിട്ടുള്ള ആ ക്രമം ഉണ്ടല്ലോ, ആ താളത്തിന്റെ ക്രമം ലംഘിക്കുന്ന സമയത്ത് അവിടെ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രാത്രി ഉറങ്ങാൻ തരുന്ന ഉറപ്പായിട്ട് അസുഖങ്ങൾ വരും, നമുക്കറിയാം അല്ലെ? ഇപ്പൊ നമ്മള് പ്രകൃതിക്ക് ഒരു താളമുണ്ട് എന്ന് പറയാം. പ്രകൃതിയുടെ ആ ഒഴുക്കിനൊക്കെ ഒരു താളമുണ്ട്. ഇതിനെ ഇപ്പൊ പുഴ ഒഴുകുന്നതിന് ഒരു താളമുണ്ട്. അവിടെ കൊണ്ട് നമ്മൾ ചെക്ക് ഡാം കെട്ടിവെക്കുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ കൈത്തോടുകൾ വഴി മണ്ണിന്റെ പല ഭാഗത്ത് കൃഷി ചെയ്യുന്നു. ഇതൊക്കെ കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടാക്കും. കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടാക്കാൻ വലിയ കമ്പനികൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത്. വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇറിഗേഷൻ നടത്തുമ്പോഴും കാലാവസ്ഥ പ്രതിസന്ധിക്ക് കാരണമാകുന്ന രീതിയിൽ പ്രകൃതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രകൃതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന വെച്ചാൽ ഭൂമി നശിക്കുന്നു എന്നല്ല അർത്ഥം. ഈ പ്രകൃതിയുടെ താളം തെറ്റുന്നു എന്നുള്ളതാണ്. താളം മാറിപ്പോയാൽ അതുമായിട്ട് അനുബന്ധിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ക്രമം തെറ്റും, ആകെ താറുമാറാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നിർത്തി വെച്ച് പൂർവ്വതാളത്തിലേക്ക് തിരിച്ചു വരിക. സമൂഹത്തിന്റെ ഒരു താളമില്ലേ നമ്മുടെ സമൂഹത്തിന് മുഴുവൻ? ഇപ്പോ നമ്മൾ ഒരു പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ആ സമൂഹമായിട്ട് പോവുക അല്ലെ? ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ പൊരുത്തം വേണം. ഈ പൊരുത്തത്തെയാണ് നമ്മൾ താളം എന്ന് പറയാം. ഒന്നിന്റെ പൊരുത്തവും ഒന്നും മറ്റൊന്നുമായിട്ടുള്ള ആ പൊരുത്തം, അതിനെ നമുക്ക് താളം എന്ന് വിളിക്കാം. വ്യക്തിപരതയുടെ ലോകത്ത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചാൽ മതി, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുന്ന സമയത്ത് ഈ താളമാണ് തെറ്റുന്നത്. അവിടെ സംഘർഷം ഉണ്ടാവും. സമൂഹങ്ങൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ സംഘർഷം ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ഒരേ ധർമ്മത്തിൽ പോകുന്ന അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങളായി ജീവിക്കുന്ന ഒരു പഴയ വ്യവസ്ഥയ്ക്ക് പകരം ഭാര്യയ്ക്കും ഭർത്താവിനും വെവ്വേറെ ജോലി, വെവ്വേറെ വരുമാനം, വെവ്വേറെ തൊഴിലിടം, വെവ്വേറെ വാഹനം, വെവ്വേറെ മൊബൈൽ, വെവ്വേറെ ബാങ്ക് അക്കൗണ്ട് എന്ന് തുടങ്ങി വെവ്വേറെ ബന്ധങ്ങൾ വരെ ഉണ്ടാകുന്ന സമയത്ത് താളങ്ങൾ മാറിപ്പോകും. സ്വാഭാവികമായിട്ടും സംഘർഷങ്ങൾ ഉണ്ടാവും. അത് ഡിവോഴ്സിലേക്ക് എത്തും. ഇതുപോലെ നമ്മളിപ്പോ ഒരു ടീം ഇപ്പൊ ഫുട്ബോൾ കളി നടക്കുന്നു. ആ ടീം ഒരുമിച്ച് കളിക്കുമ്പോൾ, ഏകതാളത്തിലായിരിക്കുമ്പോൾ, ഏകഭാവത്തിലായിരിക്കുമ്പോൾ കളി വിജയിക്കും. ഓരോരുത്തരും അവനവന്റെ രീതിയിൽ മാത്രം കളിച്ചാൽ ടീം കൃത്യമായിട്ട് തോന്നും. ശരിയല്ല? അപ്പൊ ഇത് സമൂഹത്തിലാണെങ്കിൽ ശരി, ശരീരത്തിലാണെങ്കിൽ ശരി. ഇനിയിപ്പോ മറ്റൊരു കോണ്ടെക്സ്റ്റ് എടുക്കുക.
ഉപകരണങ്ങൾ ഇരിക്കുക. നമുക്ക് ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്, ഇപ്പൊ ഫാൻ ആണെന്ന് വെച്ചാൽ ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് ഒരു താളത്തിലാണല്ലോ. ആ ഉപകരണം, ഇപ്പൊ വാഹനം ചലിക്കുന്നു, അതിന്റെ ടയർ ചലിക്കുന്നത് താളത്തിലാണ്, വാഹനം നീങ്ങുന്നത് താളത്തിലാണ്. നമ്മൾ ഈ ഉപകരണത്തെ ഉപയോഗിക്കുന്ന സമയത്ത് വാഹനത്തിന്റെ താളം നമ്മൾ അറിഞ്ഞ് ഉപയോഗിച്ചാൽ നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഈ മരമൊക്കെ കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട്, അത് കട്ട് ചെയ്യാനുള്ള മെഷീനാണ്. അതുകൊണ്ട് കട്ട് ചെയ്തൊക്കെ അവർ കിട്ടുന്ന സാധനത്തിലൊക്കെ കയറി മേയുന്ന രീതി പുതുതായിട്ട് അത് കിട്ടുന്ന ഒരാൾ കാണിച്ചാൽ അയാളുടെ കയ്യോ കാലോ മുറിഞ്ഞു. കാരണം ഉപകരണത്തിന്റെ താളത്തെ നമ്മുടെ താളത്തിനോട് പൊരുത്തമാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഉപകരണത്തിന് അതിൻ്റെതായ താളം കൊണ്ട് മാറില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഉപകരണത്തെ മാറ്റുന്നതിന് പകരം നമ്മുടെ താളത്തെ അതിനനുസരിച്ച് പൊരുത്തമാക്കുക. ഇപ്പൊ കമ്പ്യൂട്ടർ വളരെ സ്പീഡിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. കമ്പ്യൂട്ടർ വളരെ സ്പീഡിലായതുകൊണ്ട് നമ്മൾ പതുക്കെ ആയാൽ നമുക്ക് കമ്പ്യൂട്ടറിനൊപ്പം എത്താൻ പറ്റും. ഇപ്പൊ എയുടെ കാലമാണ്. കമ്പ്യൂട്ടർ മേഖലയെ മുഴുവൻ കീഴടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ എയുടെ വേഗത്തിനൊപ്പം നമ്മുടെ മസ്തിഷ്കം വേഗത്തിലായില്ലെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ വണ്ടിയുടെ താളവും റോഡിന്റെ താളവും അടുത്ത വണ്ടികളുടെ താളവും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. നമ്മുടെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. എപ്പോഴാണ് നമ്മൾ ആ വ്യവസ്ഥയുമായിട്ട്, ഒരു ഉപകരണ വ്യവസ്ഥയുമായിട്ട് നമ്മൾ പൊരുത്തമാകുന്നത്, നമ്മളെപ്പോഴാണ് നമുക്ക് അതായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക. ഈ സക്സസ് ഉണ്ടാവുന്ന ആ ഒരു താളമുണ്ടല്ലോ, ഈ താളത്തെ തിരിച്ചറിയാനുള്ള നമ്മുടെ ആ ഒരു അളവുകോലാണ് ക്രമം എന്ന് പറയുന്നത്. ഒരു ക്രമത്തിൽ നിൽക്കുന്നു, ഇതെല്ലാം ഒരു ക്രമത്തിലാണ് എന്ന് പറയുന്ന ഒരവസ്ഥ, ഓർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ. ശരിയായ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ ക്രമം എന്ന് പറയുക. ക്രമം ഉണ്ടെങ്കിൽ ജീവിതം ഭയങ്കര സിമ്പിളാവും, ലളിതമാവും. ക്രമം തെറ്റിയാലോ അക്രമം ഉണ്ടാവും, മൊത്തം സംഘർഷമായിരിക്കും. ഇപ്പൊ ദിവസവും ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നത് ക്രമമാണ്. ചിലർക്ക് അങ്ങനെയില്ല, ഒരു ദിവസം ഈ സമയത്ത് എഴുന്നേൽക്കും, ഒരു ദിവസം മറ്റൊരു സമയത്ത് എഴുന്നേൽക്കും. ഒരേ സമയത്ത് കിടക്കുന്നത് ക്രമമാണ്. ചിലർ ഒരേ സമയത്ത് കിടക്കില്ല, ഓരോ ദിവസവും ഓരോ സമയത്തായിരിക്കും കിടക്കുക. അപ്പോ നമ്മുടെ പ്രാഥമികമായ കാര്യങ്ങളിൽ തന്നെ, കിടക്കുന്നതിന്, ഭക്ഷണം കഴിക്കുന്നതിന്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്നതിന്, ഉറങ്ങുന്നതിന്, ഉണരുന്നതിന്, ഇതിനൊന്നും ക്രമം സൂക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയാണ് ഭംഗിയായിട്ട് മുൻപോട്ട് പോവുക? അപ്പോ ക്രമം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ, ജീവിതത്തിന്റെ, ജീവന്റെ, ശരീരത്തിന്റെ നിലനിൽപ്പിന്റെ താളത്തെ അറിയാനുള്ള മാർഗമാണ്, അറിയാനുള്ള ശേഷിയാണ്. അതാണ് ക്രമം എന്ന് പറയുന്നത്. നമുക്ക് ഒരു അറിയാനുള്ള ശേഷി എന്ന് വെച്ചാൽ അറിയാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് എന്തെല്ലാമാണോ അത്. ജീവിതത്തിൽ പലപ്പോഴും ഈ ക്രമക്കേടുകൾ ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രകൃതിയുടെ താളത്തെ, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിയുടെ താളത്തെ, ശരീരത്തിന്റെ താളത്തെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ സമയത്ത് ഇതിനെ കൈകാര്യം ചെയ്യുന്ന ആ മനോവ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാവും. അത് മെന്റൽ ഇംബാലൻസ് ഉണ്ടാക്കും, അത് ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കും. അപ്പൊ ഇപ്പൊ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും ശരി, ശരീരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, വികാരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഒക്കെ നമ്മൾ ഈ താളത്തെ, ക്രമത്തെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ തകർക്കുക തന്നെ ചെയ്യും. അപ്പോ ഇപ്പൊ ഒളിമ്പസിന്റെ ഒരു വീക്ഷണത്തെ പറയുന്നത് പ്രപഞ്ചം ഒരു ഏകീകൃത വ്യവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഓരോ ഘടകവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധത്തില് ഒരു താളമുണ്ട്. ഈ താളവുമായിട്ട് നമുക്ക് പൊരുത്തമാകാൻ കഴിയുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റും, വലിയ കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റും. ആ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ആ ക്രമത്തിനകത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റാതിരുന്നാൽ, അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ ആകെ ഒരുമാതിരി അവതാളമായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ, മറ്റേ പാട്ട് കച്ചേരികളൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേ ഗാനമേള നടക്കുന്ന സമയത്ത് ആ സംഗീത സംഘത്തില് ഓരോ വാദ്യവും ചേർന്നിട്ടാണ് ആ ശരിയായ രീതിയിലുള്ള ഓർക്കസ്ട്ര ഉണ്ടാവും. അതിന് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയാലോ, ഓരോന്ന് ശ്രുതി മാറി താളം മാറിപ്പോയാലോ ഒരു അവതാളം നമുക്ക് തോന്നും. ആദ്യം അവതാളമായിട്ട് തോന്നും, അത് നിരന്തരം കേട്ടുകഴിഞ്ഞാൽ മാനസിക വിഭ്രാന്തി വരെ ഉണ്ടാവും. അപ്പോ ജീവിതം ഇങ്ങനെ പുഷ്പിച്ചു വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രകൃതി നൽകിയ, പ്രപഞ്ചം നൽകിയിട്ടുള്ള ആ ഓർഡറിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്. അപ്പോ പ്രകൃതിക്ക് കൃത്യമായിട്ടൊരു താളമുണ്ട്, ശരീരത്തിനൊരു താളമുണ്ട്, ജീവനൊരു താളമുണ്ട്, ജീവിതത്തിനൊരു താളമുണ്ട്. ഈ താളം പരസ്പരം പൊരുത്തമാകുമ്പോൾ ജീവിതം സുന്ദരമാകും. ആ പൊരുത്തം തെറ്റിയാൽ ജീവിതം അക്രമമാകും, ഒരുപക്ഷെ അതിക്രമമാകും, അപകടമാകും.
ഒരിക്കലും ഈ ലൈഫിനെ അതിനനുസരിച്ച് ഈ ക്രമം തെറ്റിയൊരു അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിതത്തെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ക്രമം മാറിപ്പോകും. അതിന് പകരം അതിനെ ഒഴുകാൻ അനുവദിക്കുക, സ്വാഭാവിക താളത്തിൽ വന്നോളൂ. ജീവിതത്തെ ഒഴുകാൻ അനുവദിച്ചാൽ മതി. നമ്മൾ അതിനകത്ത് നമ്മുടെ യുക്തി ഇട്ടിട്ട് വഴിതിരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ജീവിതം ഇങ്ങനെ ആടി ഒലിഞ്ഞുകൊണ്ടിരിക്കും. അതിന് പകരം ആ ഒഴുക്കിലേക്ക് വിട്ടുകൊടുത്താൽ മതി. അപ്പൊ ഇതാണ് താളം, ക്രമം എന്ന് പറയുന്നത്. താളം എന്ന് പറയുന്നത് നമ്മുടെ ആവർത്തിത ചലനമാണ്. ആവർത്തിത ചലനത്തെ മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഒരു ക്രമീകരണമാണ്, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ക്രമം എന്ന് പറയുന്നത്. ഈ താളവും ക്രമവും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ, എവിടെയെല്ലാം ബാധിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളിലാണ് അത് നമുക്ക് ശ്രദ്ധ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരമ്പരയിൽ നിന്ന് പ്രതിപാദിക്കുന്നത്. ആ അറിവിലേക്ക്, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തെയും സുന്ദരമാക്കാൻ വേണ്ടിയുള്ള ഈ അറിവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ